പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ 7-ാം തീയതി ഈ മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ വെള്ളിയാഴ്ചകളെല്ലാം എന്റെ സഹന ദിവസങ്ങൾ ആണ്. ആദ്യ വെള്ളിയാഴ്ച പ്രത്യേകമായി ഏറെ മണിക്കൂറുകൾ ദിവസക്കാരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസവും കൂടിയാണ്. ഞാൻ സക്കായി തുറന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നു. ഇന്നത്തെ ലോകത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഈശോയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നു പ്രാർത്ഥിക്കുകയാണ്. വിവിധ സ്ഥലത്തെ യുദ്ധങ്ങൾ, ഇറാനിലെ യുദ്ധം, ഉക്രൈനിലെ യുദ്ധം, ഇസ്രായേലിലെ യുദ്ധം, ഇതെല്ലാം വച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ലോകത്തിലുള്ള ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കം, ഭാരതത്തിലും അവിടെ നമുക്കറിയാം ചൈനയിലൊക്കെ വെള്ളപ്പൊക്കം. ഞാൻ താമസിക്കുന്ന യൂറോപ്പിൽ ഇപ്പോൾ ഭയങ്കര ചൂട്, കൊടും തീയ്, ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നു, പാടങ്ങൾ കത്തിയെരിയുന്നു. ഈ ചൂടിന്റെ അതിചൂട് കൊണ്ട് 10,000 പേർ യൂറോപ്പിൽ മരിച്ചു. അപ്പൊ ഇതെല്ലാം കർത്താവിന്റെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്നാണ് ഞാൻ കാണുന്നത് ഈശോയുടെ ശരീരം സഭയായി കാണുന്നു. പെട്ടെന്ന് ഞാൻ കേൾക്കുന്നത് വലിയ ശബ്ദമാണ്, കോലാഹലമാണ്, യുദ്ധം. ഞാൻ നോക്കിയപ്പോൾ ഒരു ഗ്രൂപ്പ് ആളുകൾ, ആ ഗ്രൂപ്പിന്റെ മുമ്പിൽ അഥവാ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് തീവ്രവാദികൾ, അന്തിക്രിസ്തുമാർ എന്ന്. ഞാൻ ശ്രദ്ധിച്ചു, ഇതൊരു ഡ്രീമാണ്, സ്വപ്നമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ കാണുന്നത് ഇസ്രായേൽ ഇറാനുമായി സ്നേഹബന്ധത്തിലായി പരസ്പരം അവർക്ക് സ്ഥാനപതികളും അതുപോലെ തന്നെ പരസ്പരം എംബസികളും എല്ലാം ഉണ്ടായിരിക്കുന്നു. വലിയ സ്നേഹം. ഇറാൻ ഒരു വലിയ രാജ്യമായി മാറുന്നു. എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളും ഒന്നായിത്തീരുന്നു. അതോടുകൂടി സമ്പദ് സമർത്ഥമാകുന്നു. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും എല്ലായിടത്തു നിന്നും പണം വന്ന് ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടെല്ലാം അതിലും മടങ്ങ് തിരിച്ചു കൊടുത്ത് അവർ ഈ ലോകത്തിലെ വലിയ ഒരു ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ഞാൻ ശ്രദ്ധിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവപുത്രൻ മനുഷ്യനായിട്ടില്ല, അവന്റെ ആത്മാവ് ഇവിടെ വസിക്കുന്നില്ല. അപ്പോൾ എന്റെ മനോമുഖരത്തിൽ വന്നത് യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, അഥവാ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നതും, യേശുക്രിസ്തു മാംസം ധരിച്ച് ഈ ലോകത്തിൽ വന്നില്ല എന്ന് പറയുന്നവരാണ് അന്തിക്രിസ്തുമാർ എന്ന്. ആ കൂട്ടം മുഴുവനും, ഇസ്ലാമിക് കൂട്ടം മുഴുവൻ. ഇനിയും ഞാൻ ജൂതന്മാരെ നോക്കി. അപ്പൊ ആ ജൂതന്മാര് യഥാർത്ഥ ജൂതന്മാരല്ല, തീവ്രവാദികൾ ആണ്. സയോണിസ്റ്റ് എന്ന് പറയും. അവരാണ് ഇന്നും ഈ ബഹളമെല്ലാം ഉണ്ടാക്കുന്നത്. അവരാണ് തീവ്രവാദികളായ ഇസ്ലാമിസ്റ്റിനോടുകൂടി ഒന്നായിത്തീരുന്നു. അവർ ക്രിസ്ത്യാനികൾക്ക് കംപ്ലീറ്റ്, ക്രിസ്തുവിന് എതിര്. അതാണ് അവിടെ കിട്ടിയ എനിക്കൊരു സന്ദേശം. മറിച്ചാണ് ഞാൻ കാണുന്നത് വലിയ ഇരുളിമ. ആ ഇരുട്ടിൽ ഞാൻ കാണുന്നത് അവിശ്വാസികൾ, വിശ്വാസത്യാഗികൾ, വിശ്വാസം വിട്ടുപോയവർ, അതുപോലെ തന്നെ ഒട്ടും തന്നെ വിശ്വാസമില്ലാത്തവർ, ദൈവം വേണ്ട എന്നവർ നാസ്തികർ. അപ്പം നാസ്തിക രാജ്യങ്ങളിലെ നാസ്തികർ, ദൈവമില്ലാത്തവർ ഒന്നിച്ചുകൂടിയിരിക്കുന്നു. ദൈവിക മൂല്യങ്ങളുമില്ല. ഞാൻ കാണുന്നത് ചൈനയിലെ ആളുകളുണ്ട്, റഷ്യയിലെയും പഴയ സോവിയറ്റ് യൂണിയനിലെയും കുറെ ആളുകളുണ്ട്. അതുപോലെ നോർത്ത് കൊറിയ, വടക്കേ കൊറിയയിലെ ആളുകൾ. ഇത് ഭൂമിശാസ്ത്രപരമായ ഒരു കൂട്ടമല്ല. അതിനതീതമായിട്ട്
രണ്ട് ആശയങ്ങൾ കൂടി രണ്ട് ഗ്രൂപ്പാണ്. അവരുടെ മുകളിലും അത് ഞാൻ കണ്ടത് ഒരു ബോർഡാണ്. ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ദൈവമില്ല എന്ന്. ദൈവിക മൂല്യങ്ങൾ ഒട്ടും വിശ്വസിക്കാത്തവർ. അപ്പോൾ എന്റെ മനസ്സിൽ വന്നത്, ഞാൻ പ്രസംഗത്തിൽ പറയാറുണ്ട്, സങ്കീർത്തനം 14:1, മൂഢൻ ഹൃദയത്തിൽ പറയുന്നു ദൈവമില്ല എന്ന്. ഇവർ ഒന്നിച്ചു ചേർന്ന് ഈ മറ്റു ഗ്രൂപ്പുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. കൊടും യുദ്ധം. പീരങ്കികൾ, ബോംബുകൾ, ഇപ്പോഴത്തെ ഡ്രോൺസ്, മിസൈൽസ് എല്ലാം പടുപെടാതെ വീഴുന്നു. ശവമാണ്, ചോരയാണ് എല്ലായിടത്തും. അപ്പം മുന്നിൽ ഞാൻ കാണുന്നത് ഒരു പ്രകാശത്തിൽ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച് കയ്യിൽ ആരും നിക്ഷേപവുമില്ലാത്ത പാവങ്ങൾ. അവിടെ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ ശിഷ്യർ എന്ന മുകളിൽ ഒരു ബോർഡുണ്ട്. അവരുടെ കയ്യിൽ കീറിപ്പറിഞ്ഞ കുറെ തുണിക്കഷ്ണങ്ങൾ, തലയണ, അവർ കിടക്കാനുള്ള മെത്തായതൊക്കെ കയ്യിലുണ്ട്. നാട് വിട്ടു പോകുന്നവരെ പോലെ, നാടോടികളെ പോലെ, ഒന്നുമില്ലാത്തവർ എന്നാണ് എന്റെ മനസ്സിൽ അവരെ കണ്ടപ്പോൾ തോന്നിയത്. അവർ വഴിവെക്ക് കിടക്കുന്നു. ചിലരൊക്കെ ചില കൂനാച്ചി പുഴകളിൽ കിടക്കുന്നു. എന്നാൽ മുഖത്ത് വലിയ പ്രസാദം, സന്തോഷം, ആനന്ദമാണ്. ഞാനിപ്പോൾ കാണുന്നത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആ മേലങ്കി, ആ നീല മേലങ്കി അവരെ പുറപ്പിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ കാണാമായിരുന്നു. മുകളിൽ നിന്ന്, അത് ഈശോയിൽ നിന്നാണ് വലിയ പ്രകാശം വന്നിവരെ അങ്ങനെ സൂര്യനെ പോലെ പ്രശോഭിപ്പിക്കുകയാണ്. ഞാനിവിടെ ആയിരുന്നപ്പോൾ പെട്ടെന്ന് എന്റെ മൂക്കെല്ലാം നല്ല സുഗന്ധം വന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. ഞാനും ആ ഗ്രൂപ്പിലേക്ക് ചെന്നു. അവിടെ ആ മുഖത്തെ സന്തോഷം, അതേസമയം ശരീരത്തെല്ലാം മുറിവുണ്ട്, കത്തിയ പാടുകൾ, കത്തികൊണ്ട് മുറിച്ച പാടുകൾ, തൂക്കാൻ കഴുത്തിലെ പാടുകളൊക്കെ ഉണ്ട്. അതായത് എപ്രകാരം അവരെ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് അവരുടെ ശരീരത്തെ നോക്കുമ്പോൾ നമുക്ക് കാണാം. പഴുപ്പും ചോരയെല്ലാം കാണാം. പക്ഷെ ഒരു ദുഃഖമില്ല. എന്നിട്ട് ഞാൻ പലരുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു, ഇവർക്ക് ഞങ്ങളെ നശിപ്പിക്കാനാവില്ല. ഞങ്ങൾക്കൊരു ആത്മീയ ശരീരമുണ്ട്. ആ ശരീരത്തെ ഇവർക്ക് തൊടാൻ കഴിയില്ല. ഈ ശരീരം മുഖാന്തരം ഞങ്ങൾ അവസാനമില്ലാത്ത ഒരു രാജ്യത്തിലാണ്. ഒരു ഗ്രൂപ്പിനും, ഒരു അന്ധകാര ശക്തികൾക്കും, ഒരു നാസ്തികനും, ഒരു ഇസ്ലാമിക്കും ഞങ്ങളെ തകർക്കാൻ ആവില്ല. ഞങ്ങളുടെ ശരീരം വെന്ത് ചുട്ടുകരിച്ചേക്കാം. ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയേക്കാം, നഷ്ടപ്പെടുത്തിയേക്കാം. ആ ഇല്ലായ്മയിൽ ഞങ്ങൾക്കെല്ലാമുണ്ട്. ഞങ്ങൾക്കെല്ലാം ഉള്ളത് രക്ഷകനായ യേശു ഞങ്ങളുടെ സ്വന്തമാണ്. അപ്പോൾ ഞാൻ കാണുന്ന ഇവരെല്ലാവരും കൂടി ഈ കോഴിക്കുഞ്ഞുങ്ങളെ തള്ളയുടെ അടുക്കൽ ചെല്ലുന്ന പോലെ ഈശോയുടെ ചുറ്റും ഇങ്ങനെ കൂടി ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പിള്ളേര് അമ്മച്ചിമാരുടെ മുലപ്പാല് കുടിച്ച് അടുത്തിരിക്കുന്ന പോലെ വലിയ സാമീപ്യം അനുഭവിച്ച് ഇരിക്കുകയാണ്. എന്നിട്ട് അതിലൊരു മൂപ്പൻ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ മീശയെ കൊണ്ട് വീഴ്ത്തി പറഞ്ഞു, ജെയിംസച്ച, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ സന്തോഷത്തിലാണ്. ഈ ഇല്ലായ്മയിൽ ഞങ്ങൾ ഈശോനെ സ്വന്തമാക്കുന്നത് കൊണ്ട് ഉള്ള സന്തോഷം. അപ്പോൾ ഞങ്ങളോട് പൗലോസ് പറഞ്ഞ വാക്യം, സദാ സന്തോഷിക്കുവൻ, കർത്താവിൽ സന്തോഷിക്കുവൻ. ഇത് അതെ അല്പമേ അനുഭവിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം ശവക്കൂട്ടങ്ങൾ കിടക്കുന്നു. ഞാൻ മുകളിലേക്കൊന്ന് നോക്കി. അപ്പോൾ ഞാൻ കാണുന്നത് ഒത്തിരി നക്ഷത്രങ്ങളാണ്. എല്ലാം പ്രകാശിക്കുന്ന നക്ഷത്രങ്ങൾ പരസ്പരം വന്ന് കൂട്ടിയിടിക്കുന്നു. അതിൽ കുറെയെല്ലാം താഴേക്ക് വീഴുന്നു. അപ്പൊ ഞാനെടുത്തു, ഇതെന്താണ്? അപ്പൊ എന്നെ മനസ്സിൽ വന്നത്, ബൈബിൾ ഭാഗങ്ങളാണല്ലോ, ഞാൻ ബൈബിളിലാണല്ലോ പ്രസംഗിക്കുന്നത്. അതായത് ആദ്യത്തെ യുദ്ധം സ്വർഗത്തിലായിരുന്നു.
നമ്മൾ വായിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം 12:7 മിഖായേൽ എപ്രകാരം ലൂസിഫറുമായിട്ട് യുദ്ധമുണ്ടാക്കി. ദൈവത്തെ അനുസരിക്കുന്നവരുമല്ലാത്തവരും തമ്മിലുള്ള യുദ്ധം, അനുസരണക്കേട് വന്ന ലൂസിഫറും കൂട്ടരും ഭൂമിയിലേക്ക് വലിച്ച് എറിയപ്പെട്ടു. അതാണ് താഴേക്ക് വീണ നക്ഷത്രങ്ങൾ. അപ്പോൾ ഞാൻ കണ്ടു മിഖായേൽ മാലാഖ ഇവരെ സംരക്ഷിക്കുന്നു. പിൻപിൽ ചിറകും വിരിച്ച് കൈവാളൊക്കെയായിട്ട് നിൽപ്പുണ്ട്, ഒരു സംരക്ഷകനായിട്ട്. വീണ്ടും മാതാവിന്റെ ആ നല്ല അങ്കി, നീല അങ്കി കണ്ടു. വീണ്ടും പ്രകാശം. നിങ്ങൾ എന്റെ രാജ്യത്തിൽ പ്രകാശിക്കും, ഈ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല എന്ന ആ ദിവസവും അത് ഞാൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എന്റെ മനോമുഖത്തിൽ പല പല ചിന്തകൾ വന്നു. പരിശുദ്ധാത്മാവ് തോന്നിച്ചത്, അടുത്തൊരിടയിൽ നമുക്കറിയാം ആഗോളവൽക്കരണം. അത് പിശാചിന്റെ ഒരു പണിയാണ്. എല്ലാവരുടെയും ദേശസ്നേഹം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സഭയോടോ അല്ലെങ്കിൽ സംസ്കാരത്തോടൊക്കെയുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. എല്ലാം ഒരു അവിയൽ പ്രമാണം, എല്ലാം ഒന്ന് എന്നത് ഏകലോകത്തിലേക്കുള്ള പിശാച് കൊണ്ടുപോകുന്ന ഒരു രീതിയാണല്ലോ അത്. നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് ദേശസ്നേഹം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് യൂറോപ്പിലുള്ളവർക്ക് ക്രിസ്തുവിനോടും സഭയോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. അത് വാസ്തവം യൂറോപ്പിൽ ഞാൻ പറയുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്കയെല്ലാം, ഇവിടെയും ഭൂമിശാസ്ത്രപരമായിട്ട് ഇതെല്ലാം പോയി നശിച്ചു. എന്നാൽ ഭൂമിശാസ്ത്രത്തിനും അതീതമായി നിൽക്കുന്ന ഈശോയുടെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് അത് ഞാൻ നിൽക്കാനും സംസാരിക്കാനും ഇടയായെന്ന് എനിക്ക് ബോധ്യമായി. ഇതുടൻ വരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ ആശയവും സന്ദേശവും. താമസം വിന അത് ഈ ലോകത്തിലെ ഇന്നത്തെ ഈ കെടുതികളെല്ലാം ഉരുത്തിരിയുന്നത് ഇപ്രകാരം ഉള്ള ഒരു ഗതിയിലേക്കായിരിക്കും. ഒരു നല്ല ശതമാനം ആളുകൾ ഒരു പക്ഷേ ഒരു ആറ്റം ബോംബ് കൊണ്ടായിരിക്കാം നശിക്കുന്നത്. ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി നിശ്ചയമായിട്ട് ഇരു കൂട്ടരും ക്രിസ്ത്യാനികളെ ഞെരുക്കും. അതുകൊണ്ട് അത്യുഗ്രമായ മതപീഡനം, ക്രിസ്തുമത പീഡനം വരാൻ പോകുന്നു. മക്കളെ, തയ്യാറാവൂ. ഒരു പക്ഷേ നിങ്ങൾ കുറച്ചുപേരെ കാണും, നമ്മൾ കുറച്ചുപേരെ കാണും. നമുക്കൊന്നിച്ച് യേശുവിൽ ആശ്രയിച്ച് യേശു തന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയുടെ രാജ്യത്തിൽ ആയിരിക്കാം. അപ്രകാരമുള്ളവരെയാണ് കർത്താവിനെ അന്വേഷിക്കുന്നത്. അവരെ കൂട്ടിച്ചേർത്ത് ദൈവരാജ്യം പിതാവിനെ ഏൽപ്പിക്കുവാൻ. ഇത് ഒരു വലിയ സത്യമാണ്. ഇത് കൂടുതൽ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. 2033 ജൂബിലി വർഷം ആഘോഷിക്കുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കണിശമായിട്ടും നമ്മൾ ചിന്തിക്കാനാവാത്ത വിധമുള്ള സംഭവ വികാസങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. ഒത്തിരി മൂല്യച്യുതികൾ ഉണ്ടാകും. പാപം ഇനിയും കൂടുതൽ പെരുകും. നാസ്തികളുടെ എണ്ണവും ഉണ്ടാകും. ഒരു വിഷയം ഈ ക്രിസ്തീയ രാജ്യങ്ങളെ കീഴടക്കാനായിട്ട് അവർ പരിശ്രമിക്കും. നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ സ്പെയിനിൽ ഒരു ഇസ്ലാമിക് രാജ്യത്തിലെ ആളുകൾ തള്ളിക്കയറി വന്ന് 60,000 പേര് വന്നു. നമുക്ക് യൂറോപ്പിന്റെ പല ഭാഗത്തും അഭയാർത്ഥികൾ എന്ന പേരിൽ വന്നിരിക്കുന്നവർ, കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നവർ, പിടിച്ചടക്കാൻ വന്നിരിക്കുന്നവരാണ് എന്ന് ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. നിശ്ചയമായിട്ടും അമേരിക്കയും യൂറോപ്പും ഇല്ലാതാവുക, നശിക്കുക പിശാചിന്റെ ഇഷ്ടമാണ്, ആഗ്രഹമാണ്. അത് നിശ്ചയമായിട്ടും ഞാൻ ഈ പറഞ്ഞ ഇരു ഗ്രൂപ്പുകൾക്കും ഉണ്ട്. അവിടെയാണ് അത് കൂടുതലായിട്ടും യേശുവിന്റെ ശിഷ്യരുള്ളത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരെ ഒന്നുമില്ലാത്തവരാക്കുവാൻ ഒരു പരിശ്രമം ഈ രണ്ട് ശക്തികൾ ചെയ്യുന്ന കാലഘട്ടം. ഞാൻ ഭയപ്പെടുത്താൻ പറയുകയല്ല, പിന്നെയോ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് കുറെ പേരെ തെരഞ്ഞെടുക്കും. പൗലോസ്ലീഹ നമുക്കറിയാം, എലിയ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ തന്നെ എനിക്കായിട്ട് 7000 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമുക്കും ആവാം. ഞാൻ പല പ്രസംഗങ്ങളിലൂടെ അത് പറയുകയുണ്ടായി. കർത്താവ് കൂടുതൽ എനിക്ക് വെളിപ്പെടുത്തി തന്നത് പറയുവാനായിട്ടും ആത്മാവിനോട് പ്രചോദിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കാം? അച്ഛന് തോന്നി പറയാണ്, മനുഷ്യരോഗമാണ് എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും എൻ്റെ മക്കളായിട്ടാണ് ഞാൻ കാണുന്നത്, ആധ്യാത്മിക മക്കളായി. ഒരു ആധ്യാത്മിക ആചാര്യനായി 80 വയസ്സുള്ള എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശമാണ്. നിങ്ങളെ മാർഗത്തിലൂടെ നയിക്കുന്നത് ആണ് ഞാൻ. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന്. ഈ അവസരത്തിൽ പ്രിയ മക്കളെ, നമുക്ക് ആ വഴിയിലൂടെ മാത്രം പോകാം. ഈശോ ആകുന്ന വഴി. ആ മാർഗവാസികൾ ആകട്ടെ. സത്യം മാത്രം, കാപട്യമെല്ലാം വെടിയാം, മൂടുപടങ്ങൾ ഇല്ലാതാക്കാം. സത്യം വിജയിക്കും. സത്യം കൂടുതൽ അറിയുക. കർത്താവ് എനിക്ക് കൂടുതൽ സത്യങ്ങളാണ് വെളിപ്പെടുത്തി തരുന്നത്. ജീവൻ അവനാണ്, അവനിലാണ്. അവനിലെ സ്വന്തമാക്കുന്നവന് ജീവനുണ്ട്. നമ്മൾ മരിക്കുകയില്ല. നമ്മുടെ രാജ്യത്തിന് അവസാനമുണ്ടാവില്ല. നാം എന്നെന്നും അവിടുത്തോടുകൂടി ആയിരിക്കും. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇഷ്ടമുള്ളവർക്ക് ഈ സന്ദേശം സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തിരസ്കരിക്കാം. ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.